ജാമ്പുവാന്റെ കാലത്തെ എന്താ പഴയ ടേബിള് നാട്ടെ ഇതുപോലെ പുത്തം പുതിയതാക്കാൻ പോകും. സോ ഞാൻ ഇന്ന് മുതൽ ഒരു റൂം മേക്ക് ഓവർ സീരീസ് തുടങ്ങാൻ പോവുകയാണ്. സോ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന എന്താ പഴയ ടേബിൾ റീസ്റ്റോർ ചെയ്യാൻ പോകാം. ആദ്യം നമുക്ക് ഇവനെ ഒന്ന് ക്ലീൻ ചെയ്ത് സാൻഡ് ചെയ്ത് നല്ല കഴുകിയിടും. സോ ഇനിയും ചെയ്യേണ്ടത് നമുക്കൊരു വാൾപേപ്പർ കണ്ടുപിടിക്കണം. സോ നമ്മുടെ റൂം മേക്ക് ഓവറിന് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു വൈറ്റും ഗ്രേ തീമുമാണ്. ടേബിളിന് അടിക്കാനുള്ള സ്പ്രേ പെയിന്റും മേടിച്ച് പെയിന്റ് അടി തുടങ്ങാൻ പോകാം. നമ്മൾ സ്പ്രേ പെയിന്റ് അടിച്ച് തീർന്നേക്കാൾ മുമ്പ് തന്നെ നമ്മുടെ പെയിന്റ് തീർന്ന്, അതുകൊണ്ട് തന്നെ ഞാൻ എക്സ്ട്രാ 2 കൂടെ മേടിച്ചു. സോ പെയിന്റ് ഒക്കെ അടിച്ചു കഴിഞ്ഞപ്പോൾ ഇതാണ് നമുക്ക് ഏകദേശം ഒരു ലുക്ക് വരുന്നത്. ഞാൻ വിചാരിച്ച പോലെ തന്നെ പെയിന്റ് അധികം വന്നു. എന്നാ പിന്നെ ഈ ഷൂ സ്റ്റാൻഡും കൂടെ റീസ്റ്റോർ ചെയ്തെടുത്തേക്കാന്ന് വിചാരിച്ചു. എന്നാൽ അത് പിന്നത്തേക്കാക്കാം. ഇപ്പൊ നമുക്ക് ഈ വാൾപേപ്പർ ഇതിലൊന്ന് ഒട്ടിക്കണം. ഇത് ഒട്ടിക്കാൻ അങ്ങനെ വലിയ പണിയൊന്നുമില്ല. വെറും 900 രൂപയാണ് എനിക്ക് ഒരു റോളിന് മാത്രമായത്. ബാക്കി വന്നത് ഞാൻ അടുക്കളയിൽ ഒട്ടിച്ചു, എന്നിട്ടും ബാക്കിയുണ്ട്. നമ്മുടെ ടേബിളിന് സ്പ്രേ പെയിന്റ് യൂസ് ചെയ്തിട്ട് എനിക്ക് ഫുള്ളി സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് ഫിനിഷിംഗ് കിട്ടാൻ വേണ്ടി നമുക്ക് ഇനാമലൂടെ യൂസ് ചെയ്ത് പെയിന്റ് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ ഇതാണ് നമ്മുടെ ടേബിളിന്റെ ഫൈനൽ ലുക്ക് വരുന്നത്. കൂടെ നമ്മുടെ ഷൂ സ്റ്റാൻഡിനെ കൂടെ കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട്. അവസാനം അവനെ റൂമിൽ കൊണ്ട് വെച്ച ശേഷം കിട്ടിയ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ. സോ നമ്മുടെ റൂം മേക്ക് ഓവർ സീരീസിന്റെ ഫസ്റ്റ് എപ്പിസോഡാണിത്. ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട്, അതെല്ലാം വരുന്ന എപ്പിസോഡിലെല്ലാം കാണിക്കുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ്. പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.